ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിത് ഈദിന് മുന്നത്തെ ദിവസത്തുള്ള ഒരു വീഡിയോ ആണ്. ലാസ്റ്റ് മിനിറ്റ് ഈദ് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഷോപ്പിൽ കയറിയത് റെയിൻ കോട്ട് ഉണ്ടല്ലോ അത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററിനും ബ്രദറിനും വേണ്ടിയിട്ടൊരു റെയിൻ കോട്ട് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. പക്ഷേ അവിടെ ആ ഒരു ഏജിലുള്ള കുട്ടികളുടെ റെയിൻ കോട്ട് ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. നമുക്ക് അവിടെ നിന്ന് ഒരു ബ്ലൂ കളറ് മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മെറ്റീരിയൽ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നേരത്തെ ഒരു ബ്ലൂ കളറ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. സീക്വൻസ് വർക്ക് വരുന്നൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫ്രണ്ട് സൈഡിന് മാത്രമുള്ളൊരു മെറ്റീരിയലേ ഉള്ളൂ, ബാക്കി ആ ഒരു ക്ലോത്ത് തികയത്തില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പോർഷനിൽ വെക്കാനായിട്ട് ഈ ക്ലോത്ത് ഉണ്ടോ നമുക്ക് വേണ്ടി എടുക്കുന്നതാണ്. അത് നമ്മളൊരു 1 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ജസ്റ്റ് അവിടുത്തെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇതവർ ഓരോ സൈസ് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്മോൾ, മീഡിയം, എക്സൽ, XXL, XXL അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ബ്രൈഡ്സിനുള്ള കളക്ഷനാണ്. ഈ ലെഹങ്കയുടെ ഡിഫറെൻറ്റ് കളേഴ്സും വെറൈറ്റിയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ മെറ്റീരിയൽ എടുത്തു, നമ്മൾ ബില്ലാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് റൈസൊക്കെ വാങ്ങാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു റെയിൻ കോട്ടിൻ്റെ കാര്യമാണ് പിന്നെ ആലോചിച്ചത്. നമുക്കതൊന്ന് നോക്കണമല്ലോ. അങ്ങനെ റെയിൻ കോട്ട് വാങ്ങാനായിട്ട് ഒരു ഫാൻസി ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെ നമ്മൾ ഈ കൊച്ചു കുട്ടികളുടെ റെയിൻ കോട്ട് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കണ്ടിട്ടാണ് അവിടെ കയറിയത്. അപ്പോൾ ഈ 200 റുപ്പീസിൻ്റെ റെയിൻ കോട്ട് ഉണ്ടല്ലോ, ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ആ ടൈപ്പ് റെയിൻ കോട്ടാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കാവുമ്പോൾ അതായിരിക്കുമല്ലോ ഭംഗി. അപ്പം നമ്മൾ കയറിയ ഷോപ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഷോപ്പാണിത്. ഈ കുഞ്ഞു കുഞ്ഞു ബേർഡ്സ്, നമുക്ക് കുഞ്ഞി ഫിഷൊക്കെ ഇല്ലേ, അതിനെയൊക്കെ സെയിൽ ചെയ്യുന്നൊരു കടയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, മറ്റേ പൂച്ചക്കുഞ്ഞ് വല്ലതും ഉണ്ടോ നോക്കുകയാണ്. അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ രസമാണല്ലോ ഈ പേർഷ്യൻ ക്യാറ്റൊക്കെ. പക്ഷെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പക്ഷെ പല കളേഴ്സിലുള്ള കുഞ്ഞു കുഞ്ഞു ബേർഡ്സ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഒരു നമ്മൾ റെയിൻ കോട്ട് വാങ്ങിയ കടയിൽ അവിടെ തന്നെ ഒരുപാട് ഇയറിങ്സിൻ്റെയും അതുപോലെ നെക്ലേസിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു, ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ പറ്റിയ ടൈപ്പ്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നേരെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയത് ഇങ്ങനെ കുറച്ച് ചെറിയ ഐറ്റംസൊക്കെയാണ്. പിന്നെ നമുക്ക് അരിയൊക്കെ വാങ്ങാനായിട്ട് വേറൊരു സൂപ്പർ മാർക്കറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവാണ്. അവിടെ പോയപ്പോൾ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ബിസ്ക്കറ്റിന്, അതിപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും മെയിനായിട്ട് ഇപ്പോൾ ഓഫറൊക്കെ വെക്കാറുണ്ട് ബിസ്ക്കറ്റിനൊക്കെ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പം ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനായിപ്പോയി. നമ്മൾ പോയപ്പം അരി വാങ്ങാനാണല്ലോ പോയത്, പക്ഷെ പല വെറൈറ്റി ഉള്ള റൈസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ നമ്മുടെ പരസ്യത്തിൽ കണ്ടിട്ടേ, ഈ കൈമ റൈസിൻ്റെ പരസ്യം എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദുൽഖർ സൽമാൻ്റെ ഒരു പരസ്യം ഉണ്ടല്ലോ, ആ ഒരു കൈമ റൈസാണ് കാണുന്നത്. അപ്പോൾ അത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാ വട്ടം നമ്മൾ വലിയ അരിയിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കാറുള്ളത്. അപ്പോൾ ഈ വട്ടം കുഞ്ഞരിയുടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പം അമ്മ പറഞ്ഞ് ഇതുവരെ നമ്മളത് വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് വാങ്ങിയാൽ ഫ്ലോപ്പായി പോയാലെന്ന് വെച്ചിട്ട് പിന്നെയും വിചാരിച്ചെന്നാൽ കുറച്ച് വാങ്ങാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് അതും വാങ്ങി, കുറച്ച് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെയും വാങ്ങി. അങ്ങനെ പിന്നെ കുറച്ച് ഗീയും സാധനങ്ങളും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങി. അതിൻ്റെ കൂടെ ഏറ്റവും ഫ്ലോപ്പായിപ്പോയൊരു സാധനമാണ് ചിക്കൻ നൂഡിൽസ് വാങ്ങി. ഇത് 20 രൂപയുടെ ഒരു ചിക്കൻ നൂഡിൽസ്, ചെറിയ പാക്കറ്റ്, ട്രയൽ പാക്കായിരുന്നു. ഞാൻ ഈ ചിക്കൻ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ അത് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പിന്നെ വീഡിയോയിൽ ലാസ്റ്റ് പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം വാങ്ങി. അവിടെ നിന്നൊരു ചീറ്റോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ 3:30 ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ വാങ്ങിയാണ്. ചീറ്റോസ് എനിക്കിഷ്ടമായിരുന്നു. അത് ചീസിൻ്റെ ചീറ്റോസാണ് എനിക്കിഷ്ടം, ചീസ് ബോൾസിൻ്റെ. ഇതിപ്പോൾ മസാലയുടെയാണ് വാങ്ങിയത്. എനിക്ക് അവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടതുമില്ല. എന്നാലും വാങ്ങിയതല്ലേ കഴിക്കാമെന്ന് വെച്ചിട്ട് കഴിച്ചിട്ട് നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയി നമ്മളൊരു 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡിന് നമുക്ക് വറുത്തരച്ച കറി ഉണ്ടല്ലോ, തീയലെന്ന് പറയും ചിലയിടത്ത്, അതും മീൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ തോരനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. അങ്ങനെ അത് കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേന് ഞാൻ എന്നാൽ എല്ലാവർക്കും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ് ചിക്കൻ്റെ. അപ്പോൾ ചിക്കൻ്റെ മാഗി വാങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, എന്തായിരിക്കും അതിനകത്ത് ചിക്കൻ ഇട്ടിട്ടുണ്ടായിരിക്കുമോ. അപ്പോൾ ചിക്കനൊക്കെ ഇടാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഫ്ലേവർ ആഡ് ചെയ്തായിരിക്കും എന്നുള്ള രീതിയിൽ വാങ്ങി കഴിച്ചു നോക്കിയപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വാങ്ങി ഉണ്ടാക്കി കൊടുത്തത് ഞാൻ ശശിയായിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വാങ്ങണ്ട കേട്ടോ, അത് ഒട്ടും ടേസ്റ്റ് ഇല്ല.